നമസ്കാരം. കഥാലോകത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്ന മനസ്സ് ഒരുപാട് സങ്കടത്തിലാണ്. കുറച്ചു മുമ്പ് അറിഞ്ഞ ഒരു വാർത്തയുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് ഒരു വിമാനം പറന്നുയർന്നു. എന്നിട്ട് ടേക്ക് ഓഫ് ചെയ്ത് 1/2 മിനിറ്റിനകം അതൊരു അഗ്നിഗോളമായ ആകാശത്തിലേക്ക് ഉയർന്ന് അതിൽ യാത്ര ചെയ്തിരുന്ന 242 യാത്രക്കാരിൽ 241 പേരും മരിച്ചു എന്ന് സ്ഥിരീകരിച്ച വാർത്ത, ദുരൂഹമായ ദുരന്തപൂർണമായ വാർത്ത. ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് അവർ തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഒരുപാട് സങ്കടമുണർത്തിയ ഒരു വാർത്തയാണ്. അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും, അവരെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ആശ്വാസം പകർന്നുകൊണ്ട്, അവരുടെ ആത്മാക്കൾക്ക് ശാന്തി നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ തുടങ്ങാം. നാം ഇപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ പറയപെറ്റ പന്തിരുകുലത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ പറയപെറ്റ പന്തിരുകുലത്തിൽ 12 പേരുണ്ട്. അവരുടെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. ആ 12 പേരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ ആദ്യം അഗ്നിഹോത്രി. 12 പേരും 12 ജാതിയിലുള്ളവരാണ് എന്ന് പറഞ്ഞു. അഗ്നിഹോത്രി ബ്രാഹ്മണൻ, പാക്കനാർ പറയൻ, രജകൻ വണ്ണാൻ അല്ലെങ്കിൽ അലക്കുകാരൻ എന്ന് പറയും, നാറാണത്ത് ഭ്രാന്തൻ ചെറുമൻ, കാരക്കലമ്മ അതിലുള്ള ഒരേ ഒരു സ്ത്രീ ക്ഷത്രിയയാണവർ, വടുതല നായർ നായറാണ്, വള്ളോൻ പുലയൻ, ഉപ്പുകൊറ്റൻ മുസ്ലിം വ്യാപാരി, പാണനാർ നാടൻ പാട്ടുകാരൻ, പെരുന്തച്ചൻ തച്ചനാണ്, അകവൂർ ചാത്തൻ കർഷകനാണ്, വായില്ലാ കുന്നിലപ്പൻ. ഇങ്ങനെ 12 പേര്. വായില്ലാ കുന്നിലപ്പൻ നിങ്ങൾക്കറിയാലോ, ഒരു പ്രതിഷ്ഠയായ ഒരു ദേവനായി എല്ലാവർക്കും സന്തോഷവും സമാധാനവും അനുഗ്രഹവും ചൊരിയുന്നു. അപ്പോൾ ഇതിൽ ഇത്രയും പേര് 11 പേര്, വായില്ലാ കുന്നിലപ്പൻ ഒഴിച്ച് ബാക്കി 11 പേരും പ്രസിദ്ധന്മാരും ദിവ്യന്മാരുമാണെങ്കിലും പാക്കനാരുടെയും അഗ്നിഹോത്രിയുടെയും പെരുന്തച്ചന്റെയും കഥകളാണ്, നാറാണത്ത് ഭ്രാന്തന്റെയും, ഈ 4 പേരുടെ കഥകളാണ് കൂടുതലും പ്രസിദ്ധമായിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. മറ്റുള്ളവർക്ക് ദിവ്യത്വം ഇല്ല എന്നല്ല, പക്ഷെ ഇവരുടെ കഥകളാണ് കൂടുതൽ വ്യാപകമായി കേട്ടിട്ടുള്ളത്. നമുക്കിന്ന് പാക്കനാരുടെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും ദിവ്യനും മഹാനുമായ പറയ ജാതിയിൽപ്പെട്ട ആളായിരുന്നു പാക്കനാർ. പാക്കനാരുടെ ഭാര്യ ഏറ്റവും പതിവ്രതയുമാണ്. പാക്കനാരുടെ ഭാര്യയെ പറക്കള്ളി എന്നാണ് പാക്കനാർ വിളിച്ചിരുന്നത്. ഒരു ദിവസം പാക്കനാരും ഭാര്യയും കൂടി കാട്ടിലേക്ക് പോയി. ഇവരുടെ കുലത്തൊഴിൽ എന്താണെന്ന് വെച്ചാൽ വട്ടിയും കുട്ടയും ഒക്കെ ഇവരുണ്ടാക്കും. കാട്ടിൽ നിന്ന് ഇവർ ഈറ്റ വെട്ടിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് വട്ടിയും കുട്ടയും ഒക്കെ ഉണ്ടാക്കും. അതാണ് ഇവരുടെ കുലത്തൊഴിൽ. ഒരു ദിവസം 2 പേരും കൂടി ഒരു 10 കൊട്ട ഉണ്ടാക്കും. അതിൽ ഒരു കുട്ട അവർ വിൽക്കും, ബാക്കി 9 കുട്ടയും അത് ദാനമായി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പാക്കനാരും ഭാര്യയും കൂടി കാട്ടിലേക്ക് വിറകൊടിക്കാനായി പോയി. അപ്പോൾ കാട്ടിലെത്തിക്കഴിഞ്ഞ് വിറകൊക്കെ ഒടിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ബ്രാഹ്മണൻ അവർക്കെതിരെ വരും. ബ്രാഹ്മണ്യം കൊടികുത്തി വാഴുന്ന കാലം, അയിത്തമുള്ള കാലമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരേ വഴിയിൽ കൂടി ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും പോകാൻ പാടില്ല. ഇവർ മാറിപ്പോണം, ശൂദ്രന്മാർ മാറിപ്പോണം. പറയനെന്ന് പറയുമ്പോൾ ശൂദ്രജാതിയാണ്, ഉറപ്പായും മാറിപ്പോണം. ബ്രാഹ്മണനാണ് എതിരെ വരുന്നത്. അപ്പോൾ നമ്പൂതിരി വഴിമാറിക്കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പാക്കനാരുടെ ഭാര്യ പറക്കള്ളി പാക്കനാരുടെ ചെവിയിൽ പറഞ്ഞു, സ്വന്തം മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്പൂതിരിക്ക് ഞാനെന്തിനു വഴിമാറിക്കൊടുക്കണം എന്ന് പതുക്കെ പാക്കനാരുടെ ചെവിയിൽ പറഞ്ഞു. അപ്പോൾ പാക്കനാർ പറഞ്ഞു, അവസാനം ഉണ്ടായിരുന്ന ഒരു അട്ട അത് നിനക്ക് കിട്ടി എന്ന് പറഞ്ഞു. അവസാനം ഉണ്ടായിരുന്ന ഒരു അട്ട നിനക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് 2 പേരും വഴിമാറി കൊടുത്തു. ഇപ്പൊ ബ്രാഹ്മണൻ അങ്ങ് പോയി കഴിഞ്ഞിട്ട് ഈ പറക്കള്ളി ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ മനുഷ്യ കുറച്ചു മുമ്പ് ഇങ്ങനെ എനിക്കൊരു അട്ടയെ അവസാനം കിട്ടി എന്ന് പറഞ്ഞത്, എനിക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് വിവരിച്ചതാ എന്ന് പറയും. ഉടനെ പാക്കനാർ പറഞ്ഞു, അതൊരു വലിയ കാര്യ സംഭവമാണ്, ഞാൻ പറയാം. ഈ നമ്പൂതിരി ഉണ്ടല്ലോ, അയാളും ഭാര്യയും അയാൾക്കൊരു മകളും കൂടിയുണ്ട്. അവരിങ്ങനെ താമസിച്ച്
സുഖമായി താമസിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അയാളുടെ ഭാര്യ ഭക്ഷണം പാകം ചെയ്യും. ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചോറിൽ ഒരട്ട കിടക്കുന്നു. ഉടനെ ഭാര്യ വന്ന് ഇയാളോട് ചോദിക്കും, ഞാൻ ഇന്നുണ്ടാക്കിയ ചോറിൽ ഒരട്ട വീണ് കിടപ്പുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ട, മുഴുവൻ കളഞ്ഞിട്ട് പുതുതായിട്ട് അരി വെക്കട്ടെ, പുതുതായി ചോറ് വെക്കട്ടെ എന്ന് ചോദിക്കും. ഉടനെ ഈ ബ്രാഹ്മണൻ പറയും, വേണ്ട, ഒരു കാര്യം ചെയ്യും, നീ ആ അട്ടയെടുത്ത് മാറ്റിയിട്ട് അത് ജോലിക്കാർക്ക് കഴിക്കാൻ കൊടുക്കൂ എന്ന് പറഞ്ഞു. മഹാപാപമാണ് ചെയ്തതെന്ന് ആലോചിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അത്രയും ശുദ്ധമായ ഭക്ഷണമേ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു പാപമാണ് അയാൾ ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഭാര്യ ആ വീട്ടിലെ ജോലിക്കാർക്ക് അട്ടയെടുത്ത് മാറ്റിയിട്ട് ആ അട്ട കിടന്ന ചോറ് മുഴുവൻ ജോലിക്കാർക്ക് കൊടുത്തു. അപ്പോൾ പരലോകത്ത് ഇയാളുടെ അക്കൗണ്ടിൽ ഇയാൾക്കുള്ള പാപം ഒരു കുന്നട്ടയെ തിന്നാനായി കാലൻ എഴുതി വെച്ചു, രേഖപ്പെടുത്തി എന്ന് പറയാം. ചിത്രഗുപ്തനാണല്ലോ ഇതെല്ലാം രേഖപ്പെടുത്തി കണക്ക് നോക്കുന്നത്. പക്ഷെ ഈ നമ്പൂതിരി ചിത്രഗുപ്തന്റെ ഒരു പരമഭക്തനായിരുന്നു. ഈ നമ്പൂതിരി എന്നും ഉറങ്ങാൻ നേരത്ത് ഓം ചിത്രഗുപ്തായ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ചിത്രഗുപ്തന് ഒരു മനസ്താപം തോന്നും, എന്തായാലും അയാൾ എൻ്റെ ഭക്തനാണ്, അയാൾ ഈ കാര്യം എന്തായാലും അറിയിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചിത്രഗുപ്തൻ ആ നമ്പൂതിരിക്ക് ദർശനം കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങളിപ്പോൾ ഒരു പാപം ചെയ്തില്ലേ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മരിച്ച് പരലോകത്ത് വരുമ്പോൾ ഒരു കുന്ന് അട്ടയെ തിന്നാനായി നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഉടനെ അയാൾക്ക് വല്ലാത്ത സങ്കടവും കുറ്റബോധവും ഒക്കെ ആവും. അയ്യോ, ഞാൻ ഈ പാപത്തിന് പരിഹാരമായി എന്തെങ്കിലും പ്രതിവിധി അങ്ങ് പറഞ്ഞു തരുമോ, എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇതിന് പ്രതിവിധി ചെയ്യണമെന്ന്. പശ്ചാത്താപമാണല്ലോ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അപ്പോൾ ചിത്രഗുപ്തൻ പറയും, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കൊരു മകളില്ലേ, യുവതിയായ ഒരു മകൾ, അവളെ തൽക്കാലം കുറച്ച് നാളത്തേക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യം ചെയ്തു തരാനും നിങ്ങൾ മകളെ വിളിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഇക്കാര്യം വേറെ ആരോടും പറയരുത് എന്നും പറഞ്ഞു. അങ്ങനെ ചിത്രഗുപ്തൻ അപ്രത്യക്ഷനായി. ഉടനെ പിറ്റേന്ന് തൊട്ട് നമ്പൂതിരി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യത്തിനും മകളെ വിളിച്ചു തുടങ്ങി. മുറുക്കാൻ എടുത്തു വെക്കാൻ, കിടക്ക വിരിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, ഭക്ഷണം വിളമ്പാൻ എന്ന് വേണ്ട, കുളിക്കാൻ, വെള്ളം തിളപ്പിക്കാൻ, എല്ലാ കാര്യത്തിനും അയാൾ മകളെ വിളിച്ചു തുടങ്ങി. ഭാര്യയുണ്ട്, പക്ഷെ ഭാര്യ ഒന്നിനും വിളിക്കത്തില്ല, മകളെ വിളിച്ചു തുടങ്ങി. അപ്പോൾ വീട്ടിലുള്ള ജോലിക്കാർ ആദ്യ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ ആളുകളൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയപ്പോൾ എല്ലാവരും ജോലിക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ ശുദ്ധനായ ആ മനുഷ്യന്റെ, ആ അച്ഛന്റെ ഹൃദയത്തിൽ മകൾ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ദുഷ്ചിന്തയും ആ അച്ഛന്റെ മനസ്സിലില്ല. മകൾ അച്ഛൻ എന്നുള്ള പരിശുദ്ധമായ ബന്ധത്തിന് അപ്പുറം വേറൊരു ചിന്തയും ആ നമ്പൂതിരിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ജോലിക്കാർക്കെല്ലാം ഒരു കുശുകുശുപ്പും എന്തോ ദുശ്ചിന്തയും മനസ്സിൽ തോന്നി തുടങ്ങി. ഇയാളെന്തിനാ ഭാര്യ ഉണ്ടായിട്ടും യുവതിയായ മകളെ എല്ലാ കാര്യത്തിനും വിളിക്കുന്നത്, അയാളുടെ കിടക്ക വിരിക്കാൻ പോലും എല്ലാ കാര്യത്തിനും വിളിക്കുന്നത്. എന്നിട്ട് പതുക്കെ ജോലിക്കാർ പറഞ്ഞ് നാട്ടുകാരും ഇങ്ങനെ ഇത് കേട്ടു തുടങ്ങി. അപ്പോൾ അവരെല്ലാം കൂടി കുശുകുശുക്കാൻ തുടങ്ങി. ഇയാളെക്കുറിച്ച് അപവാദം പറഞ്ഞു തുടങ്ങി. അയാൾ മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് നാട് മുഴുവൻ അപവാദം പറഞ്ഞു തുടങ്ങി. നമ്മൾ ചെയ്യാത്ത തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഇല്ലാത്തത് ഉണ്ടാക്കി ആരെങ്കിലും അപഖ്യാതി പറഞ്ഞാൽ ഉറപ്പായും അത് പറയുന്ന ആൾക്ക് അതിന്റെ ഫലം ഉറപ്പായും ലഭിക്കും. അപ്പോൾ ഈ നമ്പൂതിരിക്ക് വേണ്ടി പരലോകത്ത് എടുത്തു വെച്ചിരുന്ന ഒരു കുന്നട്ടയിൽ ഓരോ അട്ടയും ഇയാൾക്കെതിരെ അപവാദം പറയുന്ന ഓരോരുത്തരായി അതിനെ വീതിച്ച് എടുത്തു തുടങ്ങി. ഓരോ നാട്ടുകാരനും, ഇത് അപഖ്യാതി പറയുന്ന ഓരോ നാട്ടുകാരനും അത് വീതം വെച്ച് കിട്ടി തുടങ്ങി. അങ്ങനെ അട്ടയെല്ലാം കുറഞ്ഞ് അവസാനം ഒരേ ഒരു അട്ട മാത്രം ബാക്കിയായി. ആ ഒരട്ടയാണ് പറക്കള്ളി നിനക്ക് കിട്ടിയത് എന്ന് പറയും. അങ്ങനെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കഥ മനസ്സിലാവുന്നത്? പാക്കനാർക്ക് ഭൂമിയിൽ നടക്കുന്ന കാര്യം മാത്രമല്ല, പരലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും അറിയാം എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ ആരെക്കുറിച്ചും ഒരു അപവാദവും പറയാതിരിക്കുക. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക. മറ്റുള്ളവരെ കുറിച്ച് അവർ ചെയ്തതോ ചെയ്യാത്തതോ ആവട്ടെ, അപവാദം പറയാതിരിക്കുക. ഇനി പാക്കനാറുടെ മറ്റൊരു കഥയിലേക്ക് പോകാം. ഒരു ദിവസം പാക്കനാർ ശ്രാദ്ധമുണ്ടല്ലോ, ഇവരുടെ അച്ഛനും അമ്മയും മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ 11 പേരും അഗ്നിഹോത്രിയുടെ വീട്ടിലാണ്
ശ്രാദ്ധത്തിന് ചാത്തം എന്നാണ് പറയുന്നത്, ചാത്തം ഉണ്ണാനായി വരുന്നത്. അഗ്നിഹോത്രി ബ്രാഹ്മണനാണല്ലോ, അപ്പൊ ആ കർമ്മങ്ങളെല്ലാം അഗ്നിഹോത്രിക്ക് കൂടുതൽ അറിയാമെന്നുള്ളത് കൊണ്ട് അഗ്നിഹോത്രിയുടെ ഗൃഹത്തിൽ ബാക്കി 10 പേരും അവിടെ വരും. അങ്ങനെയാണ് അത് നടത്തുന്നത്. അങ്ങനെ ഒരു ദിവസം അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്ക്, ഇവരെല്ലാം പല ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ദിവസം അഗ്നിഹോത്രിയുടെ ഭാര്യ പാക്കനാർക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ ഓലക്കുട പിടിച്ചിട്ടാണ് ഭക്ഷണം വിളമ്പിയത്, മനസ്സോടുകൂടി. അപ്പോൾ പാക്കനാർ ചോദിക്കും, ഇതെന്തിനാണ് ഓലക്കുട പിടിച്ചിരിക്കുന്നത്? ഉടനെ അഗ്നിഹോത്രി മറുപടിയുമായി വരും, അത് പതിവ്രതകൾ എപ്പോഴും അന്യപുരുഷന്മാർക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ ഓലക്കുട പിടിക്കും എന്ന് പറയും. ഉടനെ പാക്കനാർ പറയും, അതിന് ഓലക്കുടയൊന്നും പിടിക്കണ്ടല്ലോ, എൻ്റെ ഭാര്യ പറക്കള്ളി ഇതിലും വലിയ പതിവ്രതയാണല്ലോ എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ വാഗ്വാദവും തർക്കമൊക്കെ തുടങ്ങി. അവസാനം പാക്കനാർ പറയും, ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പരീക്ഷിച്ച് നോക്കിക്കളയാം. അഗ്നിഹോത്രി എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയും. അങ്ങനെ അഗ്നിഹോത്രി പാക്കനാരുടെ വീട്ടിലേക്ക് എത്തും. പാക്കനാർ പരമദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ഇതിന് പോയത് കൊണ്ട്, ചാത്തത്തിന് പോയത് കൊണ്ട് അന്ന് കുട്ടയൊന്നും വിറ്റിരുന്നില്ല. അപ്പോൾ അന്ന് ഭക്ഷണം ഉണ്ടാക്കാനായി ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആകെ 2 നാഴി നെല്ലിരിപ്പുണ്ട്, അത് മാത്രമാണ് ആ വീട്ടിലുള്ളത്. വേറെ ഒന്നും ഭക്ഷണം ഉണ്ടാക്കാനായിട്ടില്ല. അത്ര പരമദാരിദ്ര്യമാണ് ആ ശുദ്ധന്റെ വീട്. അപ്പോ വീട്ടിലെത്തിയിട്ട് പാക്കനാർ പറക്കള്ളിയോട് പറഞ്ഞു, നീ ആ നെല്ല് കൊത്തി അരിയാക്കി ചോറ് വെച്ചോണ്ട് വരൂ എന്ന് പറഞ്ഞു. പതിവ്രതയായ ആ സ്ത്രീ, ഭർത്താവ് പറയേണ്ട താമസം അപ്പൊ തന്നെ 1 നാഴി അരിയെടുത്ത് കുത്തി നെല്ലെടുത്ത് അരിയാക്കി ചോറ് വെച്ചുകൊണ്ട് കൊണ്ടുവന്നു കൊടുത്തു. ഉടനെ പാക്കനാർ പറഞ്ഞു, അതങ്ങ് കുപ്പയിലേക്ക് കളഞ്ഞേക്കൂ എന്ന് പറയും. ഉടനെ തിരിച്ചൊന്നും പറയാതെ, എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ഭർത്താവ് പറഞ്ഞത് അതുപോലെ ആ സ്ത്രീ അനുസരിക്കും, അതുപോലെ കുപ്പയിൽ കളയും. അത് കഴിഞ്ഞിട്ട് പാക്കനാർ പറയും, ഒരു കാര്യം ചെയ്യ്, നീ ബാക്കിയിരിക്കുന്ന 1 നാഴി അരിയെടുത്തിട്ട് 1 നാഴി നെല്ലെടുത്തിട്ട് കുത്തി അരിയാക്കി ചോറാക്കി കൊണ്ടുവരാൻ പറയും. മറുത്തൊന്നും പറയാതെ ആ സ്ത്രീ രണ്ടാമത് പറഞ്ഞ ആ 1 നാഴി നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറ് വെച്ചുകൊണ്ടൊന്ന് കൊടുക്കും. അപ്പോ പാക്കനാര് വീണ്ടും പറയും, ഈ ചോറ് നീ കുപ്പയിലേക്ക് കളഞ്ഞോളൂ എന്ന് പറയും. അപ്പോഴും ആ സ്ത്രീ തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ, നീ ആ വീട്ടിൽ 1 മണി നെല്ലോ അരിയോ ഇല്ല, അന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്നും തന്നെ ഇല്ല, എന്നിട്ട് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ആ ചിന്തകൾ ഒന്നും തന്നെ ഇല്ലാതെ ഭർത്താവ് പറയുന്നത് അതുപോലെ തന്നെ അനുസരിച്ചു. ഇത് കഴിഞ്ഞ് പാക്കനാർ പറയും, ശരി, എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇനി അഗ്നിഹോത്രിയുടെ ഭാര്യയുടെ ഊഴമാണ്, നമുക്ക് അഗ്നിഹോത്രിയുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറയും. അങ്ങനെ അവിടെ എത്തും. അങ്ങനെ അഗ്നിഹോത്രി ഭാര്യയെ വിളിക്കും. എന്നിട്ട് 1 നാഴി നെല്ല് കുത്തി അരിയാക്കി ചോറ് വെച്ചുകൊണ്ട് വരാൻ പറയും. ഉടനെ അവർ ചോദിക്കും, ഇവിടെ ചോറ് ഇരിപ്പുണ്ട്, പിന്നെന്തിനാണ് വേറെ വെക്കുന്നത്? അതും അല്ലെങ്കിൽ അരിയുണ്ട്, പിന്നെന്തിനാണ് നെല്ല് കുത്തി അരിയാക്കി ചോറ് വെച്ചുകൊണ്ട് വരുന്നത് എന്ന് ചോദിക്കും. ഉടനെ അഗ്നിഹോത്രി പറയും, നീ ഞാൻ പറഞ്ഞത് അനുസരിക്കൂ, 1 നാഴി നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറ് വെച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ആ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മനസ്സോടെ അത് കുത്തി അരിയാക്കി ചോറ് വെച്ചുകൊണ്ട് വരും. ഉടനെ അഗ്നിഹോത്രി പറയും, അത് കുപ്പയിലേക്ക് കളഞ്ഞോളൂ. ഉടനെ ആ സ്ത്രീക്ക് ദേഷ്യം വരും. ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ 1 നാഴി നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറ് വെച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണോ മനുഷ്യ? ഇതെന്തിനാണ് കുപ്പയിൽ കളയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് അഗ്നിഹോത്രി എത്ര വിളിച്ചിട്ടും ആ സ്ത്രീ പുറത്തേക്ക് വരുന്നില്ല. അപ്പോ പാക്കനാർ അഗ്നിഹോത്രിയോട് പറയും, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എൻ്റെ ഭാര്യയായ പറക്കള്ളി എത്രമാത്രം പതിവ്രതയാണെന്ന്? അഗ്നിഹോത്രിക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഇനി പാക്കനാറുടെ മറ്റൊരു കഥ കേൾക്കാം. ഒരു ദിവസം പാക്കനാർ വീട്, അതായത് മാടത്തിൽ, വീടിന്റെ മാടം എന്നാണല്ലോ പറയുന്നത്, അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീടിന് മുന്നിൽ കൂടി കുറച്ച് ബ്രാഹ്മണർ ഇങ്ങനെ പോകുന്നത് കാണും. അപ്പോൾ അവരെ ചെന്ന് വന്ദിച്ചിട്ട് പാക്കനാർ അവരെവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഗംഗാസ്നാനത്തിന് പോവുകയാണ് എന്ന് പറയും. അപ്പോൾ പാക്കനാർ പറയും, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരുമോ? അപ്പോൾ അവരെന്താണെന്ന് ചോദിക്കും.
എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഗംഗാസ്നാനം ചെയ്യുമ്പോൾ എൻ്റെ വടി കൂടി ഒന്ന് മുക്കിക്കൊണ്ട് വരാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ സമ്മതിക്കും, അതിനെന്താ ഞങ്ങൾ ചെയ്യാം എന്ന് പറയും. എന്നിട്ട് അവർ ചോദിക്കും, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പാക്കനാർ പറയും, അത് എന്തിനാണെന്ന് നിങ്ങൾ തിരികെ വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറയും. അങ്ങനെ പാക്കനാറുടെ കയ്യിൽ നിന്ന് വടിയും വാങ്ങി അവർ യാത്ര തുടങ്ങും. അങ്ങനെ ഗംഗ എത്തുന്നത് വരെ അവർ സൂക്ഷ്മമായി ആ വടി സൂക്ഷിക്കും. അങ്ങനെ അവർ സ്നാനം ചെയ്യുമ്പോൾ കുളിക്കുമ്പോൾ ആ വടിയും ഗംഗയിൽ അവർ മുക്കും. പക്ഷേ അവർ ഗംഗയിൽ ആ വടി മുക്കിയ നിമിഷം ആരോ അടിയിൽ നിന്ന് ആ ഗംഗയുടെ ഉള്ളിലേക്ക് അടിയിലേക്ക് ആ വടി പിടിക്കുന്നത് പോലെ തോന്നി, പിടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നത് പോലെ തോന്നി. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പോയി അത് വെള്ളത്തിലേക്ക് താണുപോയി ആ വടി. അങ്ങനെ അവർ വളരെ സങ്കടത്തോടു കൂടി, ഇനിയിപ്പോൾ പാക്കനാരോട് എന്തു പറയും, സത്യം പറയാതെ വേറെ മാർഗമില്ല, വടി പോയി എന്ന് തന്നെ പറയാം എന്ന് വിചാരിച്ച് അവർ സങ്കടത്തോടു കൂടി തിരികെ യാത്ര തുടങ്ങും. അങ്ങനെ തിരിച്ച് അവർ പാക്കനാറുടെ വീടിന് മുന്നിലെത്തും. പഴയതുപോലെ പാക്കനാർ വന്നിട്ട് അവർ വന്ദിച്ചു. എന്നിട്ട് അടിയന്റെ വടി എനിക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിക്കും. ഉടനെ ബ്രാഹ്മണർ പറഞ്ഞു, നിങ്ങളുടെ വടി വെള്ളത്തിലേക്ക് താണുപോയി എന്ന് പറയും. അപ്പോൾ അത് എവിടെ വെച്ചാ താണുപോയതെന്ന് ചോദിക്കും. അപ്പോൾ ഗംഗയിൽ വെച്ചിട്ട് തന്നെയാണ് താണുപോയത് എന്ന് പറയും. അപ്പോൾ ഗംഗയിലാണോ താണുപോയത്? എങ്കിൽ അതിന് മാർഗമുണ്ട്, അതിന് നിവൃത്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പാക്കനാർ വീട്ടുപടിക്കലുള്ള സ്വന്തം വീടിന്റെ പടിക്കലുള്ള കുളത്തിലേക്ക് പോയി. എന്നിട്ട് എൻ്റെ വടി ഉടനെ തന്നെ പൊങ്ങി വരട്ടെ എന്ന് പറയും. അപ്പോഴേക്കും ആ കുളത്തിൽ നിന്ന് പാക്കനാറുടെ വടി വന്ന് പാക്കനാർ അത് കയ്യിലെടുക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ബ്രാഹ്മണർക്കെല്ലാം അത്ഭുതമാവും. ചുറ്റിനുമുള്ള എല്ലാ ജലവും ഗംഗയാണ്, മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ ഗംഗ വരെ പോകേണ്ട ആവശ്യമില്ല എന്ന് ആ ബ്രാഹ്മണരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പാക്കനാർ ഇത് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് സ്വന്തം തെറ്റോർത്ത് അവർ പശ്ചാത്തപിക്കുകയും പാക്കനാരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പാക്കനാരുടെ മറ്റൊരു കഥ കേൾക്കാം. ഒരു ദിവസം പാക്കനാർ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോ അന്നത്തെ കാലത്ത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുണ്ട്. അപ്പോൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എതിരെ വരുന്നത് കണ്ടു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വലിയ മാന്ത്രികനും സിദ്ധനുമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം സ്വർണ്ണ പശുവിനെ എടുത്തുകൊണ്ടാണ് വരുന്നത്, കൂടെയുള്ള ജോലിക്കാർ. അപ്പോൾ പാക്കനാറുടെ മുന്നിലെത്തുമ്പോൾ പാക്കനാർ പറയും, ഈ പശുവിന് ജീവനില്ലല്ലോ, അപ്പൊ ജീവനില്ലാത്തതെല്ലാം എനിക്ക് അവകാശപ്പെട്ടത്, അതുകൊണ്ട് ഇത് എനിക്ക് തരൂ എന്ന് പാക്കനാർ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളോട് പറയും. അപ്പൊ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പറയും, അതിന് ജീവനില്ലെന്ന് ആര് പറഞ്ഞു? അപ്പോ പാക്കനാർ പറയും, ജീവനുണ്ടെങ്കിൽ അതിനെന്താ നടത്തിക്കാത്തത് എന്ന് ചോദിക്കും. ഉടനെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ആ പശുവിനെ താഴെ വെക്കും. എന്നിട്ട് അതിന് അവിടെ നിന്ന പുല്ല് പിച്ചി കൊടുത്തിട്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മുമ്പിലേക്ക് നടക്കും. അപ്പോൾ ആ പശു, അത്ഭുതം എന്ന് പറയട്ടെ, മാന്ത്രികത അതാണെന്ന് പറയാം, ആ പശുവിന് ജീവൻ വെക്കും. ആ സ്വർണ്ണ പശു ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പിന്തുടർന്ന് പുല്ല് തിന്ന് നടക്കാൻ തുടങ്ങും. അപ്പൊ ഇത് കണ്ടിട്ട് പാക്കനാർക്ക് മനസ്സിലാവും. പാക്കനാർ ഇങ്ങനെ പറയും, എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കൾ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും തമ്പ്രാക്കൾ. അന്ന് വരെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ ആരും ഒരാളല്ലേ ഉള്ളൂ, തമ്പ്രാക്കൾ എന്ന് പറയാറില്ലായിരുന്നു. ഈ സംഭവത്തിന് ശേഷം പാക്കനാർ എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കൾ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്നങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അവരെ ആ സിദ്ധനെ എല്ലാവരും ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കഥാലോകത്തിന്റെ ഇന്നത്തെ പാക്കനാരുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനിയുള്ള പാക്കനാരുടെയും അഗ്നിഹോത്രിയുടെയും നാരായണത്ത് ഭ്രാന്തന്റെയും പെരുന്തച്ഛന്റെയും ഒക്കെ കഥകൾ ഇനിയുള്ള പല അധ്യായങ്ങളിലായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. നന്ദി, നമസ്കാരം.